അച്ഛാ എല്ലാരും കൂടെ അച്ഛനെ ഇപ്പൊ സോപ്പിടാൻ വരുന്നുണ്ട്. പിന്നെ പടവലത്ത് പോകുന്ന കേസും പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒരു കോൺവെർസേഷൻ നടന്നില്ലേ, അതിനെ കുറിച്ചുള്ള കാര്യമൊക്കെ അവിടെ ചോദിച്ചായിരുന്നു. എന്നെ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സംഭവമൊക്കെ നൈസിൽ ഉരി വന്ന്. അച്ഛൻ എന്തിനാ മറ്റേ ലോൺ എന്നൊക്കെ പറയാൻ പോയത്? തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളേണ്ട അച്ഛാ. പിന്നെ ഞാൻ പറഞ്ഞ് സേഫ് ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചേച്ചി പിന്നെ ലോൺ എടുക്കുന്നുള്ളതൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ സോപ്പിടാൻ വരും കേട്ടല്ലേ. ഞാൻ അവിടുന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മുങ്ങിയത്. അപ്പൊ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ. മക്കളെ ഇത് ഉണ്ടല്ലേ? ഏതുണ്ടെന്നാ? ഇതുണ്ടല്ലേ, ഈ ബുക്ക് ഉണ്ടല്ലേ പഠിക്കാന്നാണ് ചോദിച്ചത്. എന്തിനാ അച്ഛൻ വിളിച്ചിട്ട് വന്നത്? അയ്യോ എന്റെ പൊന്നു മക്കളിങ്ങ വാ, ഉമ്മൻ തട്ട്. കണക്കില്ലേ എങ്ങോട്ട് പോട്. ചായ ഒന്നും വേണ്ടായിരുന്നു. കുടിക്ക്. വേണ്ട, ഈടെ ചായയും കാപ്പിയൊക്കെ കുറച്ച് നിർത്തി വരെയായിരുന്നു. വേണ്ട, ഞാൻ ഇട്ടുണ്ടോ കുടിക്ക് പാലു ഇട്ടുണ്ടോന്നതാ. അതിനകത്ത് വല്ലതും കളി കൊണ്ട് തന്നെ വന്ന തന്നെ. എന്തോ ഇങ്ങനെ പറയണ, അതിനകത്ത് എന്റെ സ്നേഹം മാത്രം. എന്താണ്? അയ്യാ, ഞാനും വിഷ്ണു കൂടെ അടുക്കള ഇങ്ങനെ സംസാരിക്കായിരുന്നു. എന്നെ കിടത്തുന്ന കാര്യമായിരിക്കും. തോന്നച്ചാ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ആ സമയത്ത് ചിരി വന്നില്ലെങ്കിലും പിന്നീട് ഞാൻ ഓർത്ത് ഇരിക്കാറുണ്ട്. ചിരി നീ ഓർത്തിരിക്കുന്ന ഏത് തമാശയാണ് ഞാൻ പറഞ്ഞ? ഈ കിടക്കണ കാര്യം പറഞ്ഞപ്പോഴാ തമാശ? ഇതല്ല, വേറെ ശരിക്കുള്ള തമാശ അറിയുമ്പോ. പിന്നെ ഏത് തമാശയാണോ നീ ഓർത്തിരിക്കാൻ പറ്റിയ തമാശ? ഞാൻ ഏത് പറഞ്ഞത് പറയടാ. അത് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഇപ്പൊ പറഞ്ഞ് നാളെ പറയണം. പക്ഷെ നീ പറയണം കേട്ടാ, നീ തമാശയാണ് പറയാം. നീ കിണിക്കണേ, നീ പഠിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ പഠിയടാ. അപ്പുറം പോയി പഠിച്ചൂടാ നിനക്ക്? ഇവിടെ തന്നെ പഠിക്കണം. നമ്മളപ്പുറത്ത് പോയേക്കാവേ. ക്യാഷേ പഠിച്ചൊരു നല്ല നിലയെത്ത്. അച്ഛന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഇട്ട് അങ്ങോട്ട് ചുറ്റും പന്ത് കെട്ടണത്. നിങ്ങൾ ആര് പാലു പന്ത് കെട്ടണത്? ഇങ്ങനെയൊക്കെ പറയണ എന്തിനാ? ഞങ്ങക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അയ്യോ ഇത് ആര് പടവലം നീലുവാ? എന്ത് പറ്റി ഇവരൊക്കെ? അങ്ങനെ പറയല്ലേ പാലു. ഞങ്ങളിങ്ങനെ പറയായിരുന്നു നിങ്ങളെ കുറിച്ചേ. അല്ല, നമ്മളൊരു 10 ദിവസം ഇവിടുന്ന് അല്ലേ വിഷ്ണുവേ? അതെ, 10 ദിവസം നമ്മൾ ഇവിടുന്ന്, ഞാൻ ലീവ് എടുത്ത്, അമ്മയും അച്ഛനും പിള്ളേരൊക്കെ ലീവ് എടുത്ത് നേറ്റിങ്ങനെ പോയിട്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ട് അടിച്ച് പൊളിക്കണം അല്ലേ? പക്ഷെ അത് എനിക്ക് പറ്റൂലല്ലോ. എന്ത്? ഒന്നാമത്തെ കാര്യം എനിക്ക് സ്കൂളിൽ പോകണം. രണ്ടാമത്തെ കാര്യം എനിക്ക് ട്യൂഷൻ സെന്റർ ഉണ്ട്. മൂന്നാമത്തെ കാര്യം എനിക്ക് ജനസേവാ കേന്ദ്രത്തിലെ കാര്യം നോക്കണം. ഐ ഡോണ്ട് ഹാവ് ടൈം. എടാ മക്കളെ, നിനക്ക് ഇവൻ ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിനക്ക് ഓൺലൈനിലെല്ലാം ചെയ്യാലോ. ആ മതി കേട്ടാ, അത് മതി. അയ്യോ, എനിക്ക് ഓൺലൈൻ വഴി എന്റെ കൺട്രാക്ട് വഴി നടക്കൂല. അത് കുഴപ്പമില്ല, അത് നമുക്ക് എഞ്ചിനീയർക്ക് പറഞ്ഞ് അതും ശരിയാക്കാം അല്ലേ? പിന്നെ സമ്മതിക്കാണ്ടിരിക്കും. അച്ഛൻ എപ്പോഴും നിർത്താതെ പണിയെടുക്കല്ലേ, ഇവര് ലീവൊക്കെ അല്ലേ, കുഴപ്പമില്ല. 10 ദിവസം. അതെ, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അത് ഏറ്റിക്കരെ പോകണമെന്ന്. പക്ഷെ ഇവിടുന്ന് പടവലത്ത് നീ എന്നല്ല, ഇവിടുന്ന് ഒരു ഒറ്റ എണ്ണം പടവലത്ത് പോയാൽ സമ്മതിക്കില്ല. കിന്നരിച്ചോണ്ട് വന്നേക്കിന് പറയാൻ പറ്റില്ല, വല്ല കളി കൊണ്ട് വരും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എല്ലാ പ്ലാനും പൊളിഞ്ഞ്. ഇനി എങ്ങനെ പോവാനാണെന്നേ. ഒരു രക്ഷയില്ല. സാധാരണ സോപ്പിട്ട് അയക്കണേണ്, ഇതിപ്പോ അതും ഇല്ലാണ്ടായി. പിന്നെ നിന്റെ അച്ഛന്റെ കാല് പിടിക്കാൻ വേറെ ആളെ നോക്കണം. അങ്ങേരൊരു ഷോ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഒന്നും മിണ്ടണ്ട, അല്ലെങ്കിൽ അമ്മ ശരിയാക്കും. ഇത് എങ്ങനെയാടാ ഈ കൃത്യമായിട്ട് പടവലം വിഷയവും നെയ്യാറ്റിങ്ങനെ വിഷയം ഒന്നിച്ചു വന്നത്? ഞാൻ ആലോചിക്കണേ, ഈ പടവലം നെയ്യാറ്റിങ്ങനെ ഈ സമയത്ത് എങ്ങനെയാന്ന്. ഇനി പടവലത്ത് പോകണമെങ്കിൽ നെയ്യാറ്റിങ്ങനെ പോയിട്ട് നടക്കും. അത് ഞാനത്തെ തീരുമാനമാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്ന്? പെട്ടെന്ന് പടവലത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ, അല്ല ആർക്കെങ്കിലും വയ്യായിക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാലോ? കുട്ടമ്പിള്ളക്ക് അങ്ങനെ വയ്യായെന്ന് വരില്ല. വയ്യായി വന്നാൽ ആളുണ്ട്, കാരണം നാട്ടുകാരെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ തന്നെ അറിയാം അടുത്ത കൈ കുപ്പയത്തെ ആളാണെന്ന്. അതുകൊണ്ട് നാട്ടിൽ സഹായിക്കുന്ന ചെറിയൊരു പേടിയുണ്ട്. അച്ഛൻ വെറുതെ എന്തിനാ വെച്ചാ പ്രശ്നം ഉണ്ടാക്കണത്? ഇതിപ്പോ തൽക്കാലത്തിന് ഇവിടുന്ന് ആരും പടവലത്ത് പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞാ പോണില്ലാന്ന്? എനിക്ക് പോണം. എന്ന് പോവും? അതൊന്നും പറയാൻ പറ്റിയൊന്നുമില്ല. ചിലപ്പോ ഇന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ നാളെ പോണം. എങ്ങനെ? അച്ഛൻ വിളിച്ചിരുന്നെ ഇന്ന്. എന്തിന്? കുഴിച്ചിട്ട ചക്കക്കുരി പൊടിച്ചെന്ന് പറയാനാ? അതൊന്നും അല്ല, വേറെ വിഷയങ്ങൾ സംസാരിക്കാനാ. വേറെ എന്ത് വിഷയം? ഞാനും എന്റെ കുടുംബക്കാരും തമ്മിലുള്ള വിഷയം അത്. ഞാൻ നിന്റെ ആരടി?
ഓഹോ, അപ്പൊ നിങ്ങൾ എന്റെ ആരാന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും തീരുമാനത്തിൽ എത്തിയില്ലേ? ആ ഇപ്പം എങ്ങനെയുണ്ട് വാചക സ്ഥലത്ത്? ചുക്കും ചുണ്ണാമ്പ് അറിഞ്ഞുകൂടാത്തവളായിരുന്നു. ഇത്രയും വഷളാക്കിയുള്ള കൂട്ടുകാരി സുഷമ്മയാണ്. അവളെ കാണട്ടെ, ഞാൻ ചവിട്ടിയെടുത്ത് ഞാൻ ചുവരി തേക്കും. ആ, അങ്ങോട്ട് ചെന്നാ മതി തേക്കാനായിട്ട്. അവൾക്ക് കെട്ടിയവനുണ്ട്. ആ കെട്ടിയാനെ പറ്റി ഒന്ന് പറയാനാണ് നല്ലത്. മിഠായി പാടുന്നു. രണ്ടും നിർത്തണ്ടാ. ഇത് പഴയതുപോലെ പടവലും ശൂലും കൂടി അടികൂടാനും പ്ലാനെങ്കിലേ എന്നെ റഫർ കളിക്കാൻ കിട്ടില്ല ഇടയിൽ. എന്തോന്നത് പടവലും കണക്കന്നെ ശൂലും കൂടി കണക്കന്നെ. പേരിൻ്റെ ഒപ്പം കുറെ വാലും വെച്ച് പ്രമാണി കുടുംബങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പടവലും ശൂലും കൂടിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തോന്നായിരുന്നു? നമ്മളിവിടെ ഒച്ചയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണം. അവർ വല്ലതും അറിയണ്ട. എന്തോന്ന് ഉപയോഗം? നിർത്തടാ പറയണേട്ടാ. നമ്മളെ കുടുംബക്കാരെ നമ്മളെ മുമ്പ് തള്ളി പറയുന്നു. കൊള്ളാം. എങ്ങനെ ഇരിക്കുന്നു? അത് ചേട്ടൻ പറഞ്ഞതിനും കാര്യമുണ്ട്. നമുക്കും കുടുംബക്കാരോട് സ്നേഹം തന്നെ, കുടുംബക്കാർക്ക് നമ്മളോട് സ്നേഹമൊക്കെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര നാളുണ്ട് ഇവിടെ വാടക കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട്. അവരിടക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ തന്ന് തലവിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഏയ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? താത്തരിട ധീത്തരിട നിത്തിരിക്കരുതാ. സോറി, താഴെ കിടന്ന് തടയാതെ പറഞ്ഞതാ. ഇല്ലേ ഉള്ളിരിപ്പ് കണ്ട നമ്മൾ കേൾക്ക അമ്മച്ചി, ഉള്ളിരിപ്പ് തള്ളാച്ചി. ഞാൻ നിർത്തി. എന്തായാലും എനിക്ക് എന്റെ അച്ഛനമ്മയും വേണം. ഞാനെന്തായാലും മടവലത്ത് പോയിരിക്കും. ഉറപ്പാണോ? ആ, ഉറപ്പാ. ലോകത്തെ ഏറ്റവും വലുത് അവനവന്റെ അച്ഛനും അമ്മയും തന്നെയാണെന്നേ. എന്നെ നിങ്ങളിപ്പോൾ തല്ലിക്കൊന്നാലും വെട്ടിയിട്ടാലും ഞാൻ പിടച്ചോടെ ചടങ്ങിന് എൻ്റെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വലുത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. രാവിലെ ഞാൻ വന്നപ്പം എൻ്റെ പിള്ള കേശു എൻ്റെ കാലെന്ന് പറഞ്ഞ് അമ്മ കെട്ടി ഒരുക്കി പടലത്ത് പോകണമെന്ന്, അപ്പൂപ്പനെ കാണാൻ പോകണമെന്ന്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. സത്യം പറയടി, നീ വസ്തുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയില്ലേ പോണത്? റെഡി? എടാ കേശു, പിടിയിടാ അവനെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വാടാ, അവനങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. അമ്മ എന്തമ്മ വിളിക്കാൻ നിന്നാ? ദേഷ്യപ്പെട്ടതാ? ദേഷ്യപ്പെട്ട കാര്യം ഞാൻ പറയാമ്മ. ഞാൻ അങ്ങ് വന്നിട്ട് പറയാം. ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് അങ്ങ് വരുമെങ്കിൽ എല്ലാ കാര്യം ഞാൻ പറയാം. ശരിയമ്മ, ശരി.